ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 234. ഇപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് മാത്രം ബാക്കി വീഡിയോ കാണാം. ഓക്കെ. ക്വസ്റ്റ്യൻ നെയിം ഇസ് കിങ് കമ്പനി ഇസ് എ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ് ഈ കമ്പനി. ഡീസെൻട്രലൈസ്ഡ് മീൻസ് പല പല ഡിവിഷൻസ് ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ഹൂസ് ഡിഫറെന്റ് ഡിവിഷൻസ്, അവർക്ക് പല ഡിവിഷൻസ് ഉണ്ട്. ഹാവ് അപ്രോച്ച്ഡ് ദ മാറ്റർ ഓഫ് ക്യാഷ് കൺട്രോൾ ഇൻ ഡിഫറെന്റ് വേസ്. ഓരോ ഡിവിഷൻസ്, പല ഡിവിഷൻസ് ഉണ്ട്. ആ പല ഡിവിഷൻസിന്റെയും ക്യാഷ് കൺട്രോളിംഗ് ഉണ്ടല്ലോ, ക്യാഷ് മാനേജ്മെന്റ്, പല രീതിയിലാണ് അവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പാർട്ട്ലി ബിക്കോസ് ഓഫ് ദിയർ ഡിഫറെന്റ് സർക്കംസ്റ്റൻസ്, പല ആൾക്കാരുടെ സർക്കംസ്റ്റൻസും സിറ്റുവേഷൻസും ഡിഫറെന്റ് ആയതുകൊണ്ട് പല രീതിയിലുള്ള ക്യാഷ് മാനേജ്മെന്റ് പോളിസീസ് ആണ് ഇവർ പല ആൾക്കാരും ചെയ്യുന്നത്. 365 ഡേയ്സ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് വെസ്റ്റേൺ ഡിവിഷനെ കുറിച്ച് പറയാം. ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് വെസ്റ്റേൺ ഡിവിഷനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഈസ് ഫേസിങ് 2 ഇയർ മേജർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. 2 വർഷത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഒരു 2 ഇയറിലേക്കുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ഫണ്ട് ആവശ്യമുണ്ട്. ടു ബി റേസ്ഡ് ടു മീറ്റ് ദ സ്റ്റഡി ഡിമാൻഡ് ഓഫ് ക്യാഷ്. അതായത് ആ ഒരു 2 ഇയർ പ്രൊജക്റ്റിലേക്ക് ഇനീഷ്യൽ ഫസ്റ്റ് ഡേയിലല്ല എല്ലാ പൈസയും കൂടെ വേണ്ടത്. 2 ഇയറിലേക്കാണ് ആ ഫണ്ട് വേണ്ടത്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഫണ്ട് വേണ്ടത്. 2 ഇയറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ 2 ഇയറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എങ്ങനെയാ? കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് വെച്ചിട്ടാണ് ആ ഓവർ ദ 2 ഇയർ ലൈഫിൽ ആവശ്യമുള്ളത്. കോൺസ്റ്റന്റ് ഡിമാൻഡ് ഓഫ് ക്യാഷ് ആണ്, സ്റ്റഡി ഡിമാൻഡ് ഓഫ് ക്യാഷ് ആണ്. ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏത് മോഡലായിരിക്കും ഇവിടെ സ്യൂട്ടബിൾ എന്നുള്ളത്, അല്ലെ? കോൺസ്റ്റന്റ് ഡിമാൻഡ് ഓഫ് ക്യാഷ് വരുന്ന സമയത്ത്, ആ ക്യാഷ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാത്രം യൂസ് ചെയ്യണം. അല്ലാതെ ഫുൾ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യരുത്. നമ്മളത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ബോമോൾസ് മോഡൽ നമ്മൾ പറയുന്നത്. ഓക്കെ. ദ ഡിവിഷൻ ഇന്റൻസ് ടു യൂസ് ബോമോൾസ് മോഡൽ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോമോൾസ് മോഡലാണ് അവർ ആ ഒരു ഡിവിഷൻ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ടു ഡിസൈഡ് വെൻ ടു റേസ് ഫണ്ട്സ്, എപ്പോഴാണ് ഫണ്ട് ഇങ്ങനെ റേസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫണ്ട് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോമോൾസ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് വിൽ ബി ഡൺ ബൈ സെല്ലിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് കറന്റ് ഏർണിംഗ്. ഇതിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, അല്ലെ? ആ ഒരു 2 വർഷത്തേക്ക് ആവശ്യമുള്ള ഫുൾ ഇൻവെസ്റ്റ്മെന്റും ഫുൾ പൈസയും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിന് 5% ആണ് വരുന്നത്. 5% ആണ് ഇൻവെസ്റ്റ്മെന്റ്സ് നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ആ ഇൻവെസ്റ്റ്മെന്റ്സ് നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയാ? ആ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ആക്കി മാറ്റാനുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് 500 ആണ്. ബോമോൾസ് മോഡലിലെ CH ആണിത്. അതായത് CH എന്ന് പറയുന്നുണ്ടല്ലോ, ബോമോൾസ് മോഡലിൽ CH ഉണ്ട്. അതെന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് CH. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് CO. ഇനി ടോട്ടൽ എമൗണ്ട് നീഡഡ് ഓവർ ദ 2 ഇയേഴ്സ്, 2 വർഷത്തേക്ക് ആവശ്യമുള്ള എമൗണ്ട് എത്രയാ? 2000 ആണ്. 2000 ദാറ്റ് മീൻസ് 2 മില്യൺ ആണ്. അത് 2 വർഷത്തേക്കാണ്. നമ്മൾ ബോമോൾസ് മോഡൽ ചെയ്യുന്ന എങ്ങനെയാ? ഒരു വർഷത്തെ ക്യാഷിന്റെ ഡിമാൻഡ് എടുത്തിട്ടാണ് ബോമോൾസ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ തവണയും എത്ര ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 2 മില്യൺ ഒരു വർഷത്തേക്കാണ്. അപ്പൊ ഡി എത്രയായിരിക്കും? 2 വർഷത്തേക്കാണ് 2 മില്യൺ. ഒരു വർഷത്തേക്കുള്ളത് എത്രയായിരിക്കും? ഇതിന്റെ പകുതി, ദാറ്റ് ഈസ് 1 മില്യൺ. ദാറ്റ് വിൽ ബി 1 മില്യൺ. ഓക്കെ, ദാറ്റ് വിൽ ബി 1 മില്യൺ. അപ്പൊ നമുക്ക് ബോമോൾസ് മോഡലിൽ എന്തായാലും ഒരു റിക്വയർമെന്റ് ഉണ്ടാകും. അത് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അതിന് വേണ്ട എല്ലാ ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ഇനി ആൽപൈൻ ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. എക്സാമിന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെസ്റ്റേൺ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നീട് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയാം, വെസ്റ്റേൺ ഡിവിഷൻ കഴിഞ്ഞാൽ ഇനി പറയുന്നത് വേറൊരു കാര്യത്തിനെ കുറിച്ചാണ്. ആൽപൈൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പോളിസി അല്ലെങ്കിൽ വേറൊരു മാനേജ്മെന്റ് ടെക്നിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് ഉടനെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന റിക്വയർമെന്റ്സ് എഴുതി പോകുന്നത് ശീലിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് സ്യൂട്ടബിൾ അല്ല, ബട്ട് ഈ ക്വസ്റ്റ്യനിൽ അത് സ്യൂട്ടബിൾ ആണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിക്വയർമെന്റ് നോക്കിക്കേ. ഫസ്റ്റ് റിക്വയർമെന്റ് എന്താ? ഹൗ മച്ച് ഫൈനാൻസ് ഷുഡ് ദ വെസ്റ്റേൺ ഡിവിഷൻ റേസ് ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ബോമോൾസ് മോഡൽ. ബോമോൾസ് മോഡൽ പ്രകാരം നമുക്ക് 2 വർഷത്തേക്ക് ആവശ്യമുള്ള ഫണ്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കീപ്പ് ചെയ്തൊക്കെയാണ്. അതിൽ ഇങ്ങനെ ആവശ്യമുള്ള ഫണ്ട് കോൺസ്റ്റന്റ് ഡിമാൻഡ് ആയതുകൊണ്ട് ആവശ്യമുള്ള ഫണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നല്ലേ. ഒരു സമയത്ത് എത്ര ക്യാഷ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഒപ്റ്റിമൽ ക്യാഷ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ക്യാഷ് ട്രാൻസ്ഫർ
ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ബോമോൾസ് മോഡൽ പ്രകാരം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് EOQ മോഡലിന്റെ ഇക്വേഷൻ തന്നെയാണ് 2 ഇൻറ്റു CO ഇൻറ്റു D ഡിവൈഡ് ബൈ CH, ദാറ്റ് ഈസ് എത്രയാ? 2 ഇൻറ്റു CO ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയാണ്? 500 ആണ്, ഇൻറ്റു ഡിമാൻഡ്, ആനുവൽ ഡിമാൻഡ് ആണ് എടുക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള 2 വർഷത്തെ ഡിമാൻഡാണ്, ഡിമാൻഡ് ഫോർ ക്യാഷ് 2 മില്യൺ എന്നുള്ളതിന്റെ ഒരു വർഷത്തെ ഡിമാൻഡ് വരുന്നത് 1 മില്യൺ ആണ്, ഡിവൈഡഡ് ബൈ CH വരുന്നത് നമുക്ക് എന്താണ്? CH എന്ന് പറയുന്നത് നമ്മളിവിടെ ക്യാഷ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് 5% ആണ്. അങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്രയാണ്? റൂട്ട് ഓഫ് 2 ഇൻറ്റു CO ഇൻറ്റു, പിന്നെ ഈ EOQ ആണെങ്കിലും ഈ ബോമോൾസ് മോഡൽ ആണെങ്കിലും ഈ EOQയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ഡിമാൻഡ് മാത്രം പോയിട്ട് റൗണ്ട് ഓഫ് ചെയ്യരുത് കേട്ടോ. ഡിമാൻഡ് മാത്രം അവിടെ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഡിമാൻഡ് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾ തൗസൻഡ്സിലേക്ക്, എല്ലാ ഫിഗറും തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ബാക്കി ഈ 2നെയും 500നെയും എല്ലാത്തിനെയും കൂടെ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് EOQയുടെ ഇക്വേഷൻ, ബോമോൾസ് മോഡലിലേക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ ഫിഗേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യരുത്. എത്ര വരും? 1,41,421 വരും. അപ്പോൾ ഓരോ സമയം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എത്രയാ? 1,41,421 ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നത് മില്ലർ ഓർ മോഡൽ ആണ്. ആൽപൈൻ ഡിവിഷനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൽപൈൻ ഡിവിഷന്റെ എന്ത് ചെയ്യുക? പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫുള്ള് സിനാരിയോ വായിച്ചിട്ട് അതെല്ലാം കൂടെ ഓർമ്മ വരണം, അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വലിയ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ വലിയ സിനാരിയോ വരുമ്പോൾ ഓക്കെ, സെക്ഷൻ ബി ക്വസ്റ്റ്യനിൽ വലിയൊരു സിനാരിയോ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൽപൈൻ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒന്നുമില്ല, ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒന്നുമില്ല. ബട്ട് ഫൈൻഡ് ഇറ്റ് സെൽഫ് റെഗുലർലി ഹാവിംഗ് ടു എയ്തർ സെൽ ഇൻവെസ്റ്റ്മെന്റ് ടു മേക്ക് ഫണ്ട്സ്. അതായത് അവർക്ക് റെഗുലർലി എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് സെല് ചെയ്യേണ്ടി വരാം. ഇങ്ങനെ പൈസ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലേ, ആ ഇൻവെസ്റ്റ്മെന്റ്സ് സെല് ചെയ്തിട്ട് ഫണ്ട് എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. വീണ്ടും എന്താണ്, ചില സമയത്ത് ഫണ്ടിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാം. ഫണ്ട് എക്സ്ട്രാ ഉള്ള സമയത്ത് എന്ത് ചെയ്യാം? ഈ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരാം. അതായത് എന്താണ്, ഇവർക്ക് എന്താണ്, കോൺസ്റ്റന്റ് ഡിമാൻഡ് ഓഫ് ക്യാഷ് അല്ല. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ ഡെയിലി ക്യാഷ് ഫ്ലോസ്. ഡെയിലി കിട്ടുന്ന ഇൻഫ്ലോസ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസിലേക്കുള്ള വേരിയേഷൻസ് ഉണ്ടല്ലോ, ഡെയിലി ക്യാഷ് ഇൻഫ്ലോസ്, അതിലുള്ള വേരിയേഷൻ കാരണമാണ് മെയിൻലി എന്ത് വരുന്നത്? ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഡെയിലി എത്ര വരിക എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരുപാട് ഇൻഫ്ലോ വരികയാണെങ്കിൽ ക്യാഷിന്റെ ലെവൽ കൂടും. അപ്പോൾ ക്യാഷിന്റെ ലെവൽ കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ആ എക്സ്ട്രാ സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി എപ്പോഴെങ്കിലും അവന് ഏതെങ്കിലും ഡെയിലി ഇൻഫ്ലോസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ ലെവൽ കുറയും. ക്യാഷിന്റെ ലെവൽ കുറയുമ്പോൾ എക്സ്ട്രാ ഫണ്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ആ ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്തിട്ട് ക്യാഷ് ആക്കും. ഇതാണ് നമ്മുടെ മില്ലർ ഓർ മോഡൽ. മില്ലർ ഓർ മോഡൽ സ്യൂട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഭയങ്കര വേരിയബിലിറ്റി ആണെങ്കിൽ, ക്യാഷിന്റെ ആവശ്യം നമുക്ക് കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ, വേരിയബിൾ ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ നമുക്ക് എന്താണ്, മില്ലർ ഓർ മോഡൽ യൂസ് ചെയ്യാം. ഇവിടെ മില്ലർ ഓർ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ക്യാഷ് ഫ്ലോസിൽ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, വേരിയൻസ്. ഡെയിലി ക്യാഷ് ഫ്ലോസിലുള്ള വേരിയേഷൻ എങ്ങനെയാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് മില്ലർ ഓർ മോഡലിൽ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കിപ്പോഴേ നമ്മൾ പഠിച്ച കാര്യമാണ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തരുന്നതെങ്കിൽ, വേരിയൻസ് ആണ് നമുക്ക് മില്ലർ ഓർ മോഡലിന്റെ സ്പ്രെഡ് കാൽക്കുലേഷൻ ആവശ്യമുള്ളത്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എടുക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 7,000 ആണ്. ഓക്കെ, ആസ് എ റിസൾട്ട് ദ ഡിവിഷൻ യൂസസ് മില്ലർ ഓർ മോഡൽ ടു ഡിറ്റർമൈൻ വെൻ ടു ഇൻവെസ്റ്റ് ആൻഡ് വെൻ ടു മേക്ക് സെയിൽസ്. എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് സെല് ചെയ്തിട്ട് ക്യാഷ് ആക്കേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മില്ലർ ഓർ മോഡൽ വേണം. മില്ലർ ഓർ മോഡൽ നമുക്കറിയാം, ഒരു ലോവർ ലിമിറ്റ് പിന്നെ ഒരു അപ്പർ ലിമിറ്റ്. ആ ലോവർ ലിമിറ്റ് നമ്മുടെ കമ്പനി സെറ്റ് ചെയ്യും, പിന്നെ അതിലേക്ക് സ്പ്രെഡ് കൂട്ടിയിട്ട് അപ്പർ ലിമിറ്റ് 1/3 സ്പ്രെഡ് കൂട്ടിയിട്ട് റിട്ടേൺ പോയിന്റ്, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രാൻസാക്ഷൻ കോസ്റ്റ് സെയിം ആണ് ഉപയോഗിക്കേണ്ടത്, മുന്നത്തെ സെയിം ആണ് ഉപയോഗിക്കേണ്ടത്. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് ഇല്ലേ, ഇൻട്രസ്റ്റ് റേറ്റും സെയിം ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് 500, ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? 5% പെർ ആനും ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വെസ്റ്റേൺ ഡിവിഷനിൽ ഉപയോഗിച്ചാൽ തന്നെ ഉപയോഗിക്കേണ്ടത്.
ഇനി അടുത്തത് പറയുന്നത് സദേൺ ഡിവിഷനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്തത് വായിക്കാം. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന റിക്വയർമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ മില്ലർ ഓർ മോഡൽ സജസ്റ്റ് ഇസ് ദ സ്പ്രെഡ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. സ്പ്രെഡ് എന്താണെന്നാണ്. സ്പ്രെഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിക്കണം. സ്പ്രെഡ് ഇസ് ഈക്വൽ ടു 3 multiplied by 3/4 into transaction cost, 3/4 into transaction cost into എന്തായിരുന്നു 3/4 into transaction cost multiplied by 3/4 into transaction cost multiplied by variance of daily cash flows in the variance divided by daily interest rate ആണ് കേട്ടോ. daily interest rate whole bracket raised to 1/3 ഇങ്ങനെയാണ് വരിക. ഇത് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കണം. ഓരോന്നും നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ സ്പ്രെഡ് ഇസ് ഈക്വൽ ടു 3 into 3/4 into ട്രാൻസാക്ഷൻ കോസ്റ്റ് 500 into വേരിയൻസ് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7000 ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, ദാറ്റ് ഇസ് 7000ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുക 0.05% എന്ന് പറയുന്നത് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ അതിനെ ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡേയ്സിന്റെ അസംഷൻ ഉണ്ടോ നോക്കുക. ഇവിടെ ഡേയ്സ് എത്രയാ? ഇവിടെ ഡേയ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡേയ്സിനെ കുറിച്ച് അസംഷൻ 365 ഡേയ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ 365 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 5%. ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 365. ഓക്കെ, ഡിവൈഡ് ബൈ 365 ഡിനോമിനേറ്ററിലാണ്. പിന്നെ ഫുൾ ബ്രാക്കറ്റ് ഹോൾ റേസ് ടു 1/3. ഇതാണ് സ്പ്രെഡ്. ഇത് ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ ഒറ്റ സ്റ്റെപ്പിൽ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടോളൂ. 3 multiplied by ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 3 multiplied by ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അടുത്തൊരു ന്യൂമറേറ്ററിന് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ന്യൂമറേറ്ററിൽ എന്തൊക്കെയാ? 3/4 multiplied by 500 multiplied by 7000 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്ത് എന്ത് ബ്രാക്കറ്റ്? ആ ന്യൂമറേറ്ററിലെ ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്ത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു ബ്രാക്കറ്റ്. ഡിനോമിനേറ്ററിൽ എന്താണ്? 0.05% ഡിവൈഡ് ബൈ 365. ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 3 multiplied by ഒരു ബ്രാക്കറ്റ്, പിന്നെ ന്യൂമറേറ്ററിലെ ബ്രാക്കറ്റ്, ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റ്. വീണ്ടും ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ആ 3 multiplied by എന്നുള്ള വലിയ ബ്രാക്കറ്റ് ക്ലോസ് ആയി. റേസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1 divided by 3 ബ്രാക്കറ്റ് ക്ലോസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 153,569 ആണ് നമ്മുടെ എന്ത് സ്പ്രെഡ് വരുന്നത്. നമ്മുടെ സ്പ്രെഡ് വരുന്നത് എത്രയാ? 153,569 ആണ്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കണേ. കാരണം ഇത് സെപ്പറേറ്റ്ലി നമ്മൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വരുമ്പോൾ MCQലൊക്കെ സമയമെടുക്കും. ഇനി ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തെറ്റുന്നില്ല എന്നുള്ളതും നിങ്ങൾ എൻഷുർ ചെയ്യണം. തെറ്റുന്നില്ല എന്നുള്ളതും എൻഷുർ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 153,569. ഓക്കെ, ഇതാണ് സെക്കൻഡ് വൺ. അടുത്തത് സദേൺ ഡിവിഷനെ കുറിച്ചാണ്. നമുക്ക് വായിക്കാനുണ്ട്, നോക്കാം. സദേൺ ഡിവിഷന്റെ കേസ് പറയുമ്പോൾ സദേൺ ഡിവിഷൻ ഹാസ് ജസ്റ്റ് ബീൻ ക്രിയേറ്റഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ് യൂസ്ഡ് ബൈ അതർ ഡിവിഷൻസ്. ബാക്കിയുള്ള ഡിവിഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനാണ് സദേൺ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ അവർ ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ് എക്സ്റ്റേണലിലേക്ക് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ സദേൺ ഡിവിഷൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എക്സ്റ്റേണലിൽ സെല് ചെയ്യുന്നുണ്ട്. ദ കമ്മിങ് മന്ത് 1 ഒരു മാസം, ദ കമ്മിങ് മന്ത് ഫസ്റ്റ് മാസം will be spent converting and equipping existing corporate premises at a total cash cost of 8 lakh. അപ്പോൾ ഒന്നാമത്തെ മാസം, ഇത് ഫസ്റ്റ് മന്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രിമൈസസും എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യാണ്. അതിന് 8 ലക്ഷം കോസ്റ്റ് ആവും. 8 ലക്ഷം ക്യാഷിന്റെ കോസ്റ്റ് വരും ഒരു മാസം, അടുത്ത മാസം ഫസ്റ്റ് മാസം. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത് 2ലാണ്. അപ്പോൾ ഒന്നാമത്തെ മാസം എന്താണ് സദേൺ ഡിവിഷന്റെ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എല്ലാം കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്യും. രണ്ടാമത്തെ മാസം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. മൂന്നാമത്തെ മാസം സെയിൽസും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ മാസത്തെയും സെയിൽസ് വോളിയം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ മാസം തൊട്ടല്ലേ
മൂന്നാമത്തെ മാസത്തെ സെയിൽസ്, നാലാമത്തെ മാസത്തെ സെയിൽസ്, ഓരോ മാസത്തെയും സെയിൽസ് വോളിയൂംസ് ആണ് ഇതൊക്കെ. തൗസൻഡ്സ് ആണ്. 10,000 യൂണിറ്റ്സ്, 11,000 യൂണിറ്റ്സ് എന്ന് പറയുന്ന സെയിൽസ് വോളിയം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് 24 ആണ്. സെല്ലിംഗ് പ്രൈസ് 24 ആണ്. എന്നിട്ട് സെയിൽസിനെ കുറിച്ച് പറയുകയാണ് അല്ലെ. മൂന്നാമത്തെ മാസം ഇത് മന്ത് 3 10,000 യൂണിറ്റ്സ് സെല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത് 3 10,000 യൂണിറ്റ്സ് സെല് ചെയ്യുന്നുണ്ട്. അതിന്റെ സെല്ലിംഗ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിൽസ് റവന്യൂ കിട്ടും. ആ സെയിൽസ് റവന്യൂടെ 20% ക്യാഷ് ആണ്. 20% ക്യാഷ് ആണ്. അപ്പൊ ബാക്കി 80% എന്തായിരിക്കും? 80% ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ആ ക്രെഡിറ്റ് സെയിൽ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. 20% ക്യാഷ് സെയിൽ ആണ്, ബാക്കി 80% ക്രെഡിറ്റ് സെയിൽ ആണ്. ആ ക്രെഡിറ്റ് സെയിലിന്റെ 25% എന്താണ്? ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്. 25% ഓഫ് ദ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ സെയിൽ. 20% ക്യാഷ് സെയിൽ ആണ്, ബാക്കി ഒരു 80% ഉണ്ടല്ലോ ആ ക്രെഡിറ്റ് സെയിലിലെ. ആ ക്രെഡിറ്റ് സെയിലിന്റെ 25% ഒരു മാസം കഴിഞ്ഞിട്ട് തരും. 50% പിന്നെ ഒരു മാസം, 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്. പിന്നെ ഒരു 25% 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ എങ്ങനെ കിട്ടുന്ന അറിയോ? റെസീപ്റ്റ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണെന്നറിയോ? റെസീപ്റ്റ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 25% ഇൻ 1 month, 50% ഇൻ 2 month അല്ലേ? 25% ഒരു മാസം കഴിഞ്ഞിട്ട് തരും. പിന്നെ 50% പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്. ബാക്കി 25% അതും കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. അതായത് ബാക്കി 25% ഇൻ 3 months. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്രെഡിറ്റ് സെയിൽസ് റിസീവ് ആവുന്നത്. ക്രെഡിറ്റ് സെയിൽസ് റിസീവ് ആവുന്നത് ഇങ്ങനെയാണ്. 25% ഒരു മാസം കൊണ്ട്, 50% കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് സെയിലിന്റെ 50% 2 months, 25% 3 months ഇങ്ങനെ വരുന്നത്. അപ്പോൾ മന്ത് 3 നമ്മൾ സെല് ചെയ്യുന്നതിന്റെ 20% ആ മാസം ക്യാഷ് ആയിട്ട് കിട്ടും. ക്രെഡിറ്റ് സെയിൽ വരുന്നത് 25% അപ്പുറത്ത്, 50% അഞ്ചാമത്തെ മാസം, ബാക്കി 25% മൂന്നാമത്തെ മാസം കിട്ടും. അപ്പൊ ആ രീതിയിലാണ് വരിക. ഓക്കെ. ഇനി ഓരോ മാസത്തെ സെയിൽസ് വോളിയം തന്നിട്ടുണ്ട്. സെയിൽസ് കണ്ടുപിടിക്കാം, ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാം, ക്യാഷ് സെയിൽ കണ്ടുപിടിക്കാം, ക്രെഡിറ്റ് സെയിൽ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ സദേൺ ഡിവിഷൻസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽസ് ഇൻ മന്ത് 5. അഞ്ചാമത്തെ മാസം. ഓക്കെ. അഞ്ചാമത്തെ മാസത്തെ റെസീപ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സെയിൽസ് എന്നുള്ള റെസീപ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 5th മന്തിലെ റെസീപ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് അറിയേണ്ടത്? അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അറിയേണ്ട കാര്യം ക്യാഷ് റെസീപ്റ്റ് ഇൻ മന്ത് 5. അഞ്ചാമത്തെ മാസത്തെ ക്യാഷ് റെസീപ്റ്റാ. അഞ്ചാമത്തെ മാസം എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്? അഞ്ചാമത്തെ മാസം കിട്ടുന്നത് ക്യാഷ് സെയിൽ ഓഫ് മന്ത് 5. മന്ത് 5ന്റെ ക്യാഷ് സെയിൽ കിട്ടും. പിന്നെ മന്ത് 5ന്റെ തന്നെ ക്രെഡിറ്റ് സെയിൽ ഉണ്ട്. അത് എപ്പോഴാണ് കിട്ടുക? അടുത്ത മാസം, അപ്പുറത്തെ മാസം, പിന്നെ അപ്പുറത്തെ മാസമായിട്ടാണ് കിട്ടുക. പിന്നെ കിട്ടുന്ന എന്താ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാണ്, മന്ത് 3 മുതലാണ് സെയിൽ ഉള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. നമുക്ക് പറയാം, മന്ത് 3 മുതലാണ്. മന്ത് 3, മന്ത് 4, മന്ത് 5, മന്ത് 6, എത്ര വരെ തന്നിട്ടുണ്ട്? മന്ത് 7 വരെ തന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഓരോ മാസത്തെയും സെയിൽസ് കണ്ടുപിടിക്കുകയാണ്. ഓരോ മാസത്തെയും ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ആ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ എത്രയായിരുന്നു? വോളിയം മൾട്ടിപ്ലൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 10 × 24, 10,000 × 24. ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് 24 ആണ്. ഇൻറ്റു 10,000 എത്ര? 2,40,000. എത്രയായിരുന്നു ഇവിടെ അല്ലേ? 2,40,000. പിന്നെ രണ്ടാമത്തെ മാസം എത്ര വരുന്നത്? 11,000. 2,64,000. നെക്സ്റ്റ് 13,000 ആണ് വരുന്നത്. 3,12,000. പിന്നെ 16,000 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ട്. ആറാമത്തെ മാസം 16,000 ആണ് വോളിയം. 3,84,000. പിന്നെ 20,000 ആണ് വരുന്നത്.
4,80,000. ഇതാണ് ടോട്ടൽ സെയിൽസ് വരുന്നത്. ഓക്കെ, ടോട്ടൽ സെയിൽസ് വരുന്നതാണ്. ഇതിലെ ക്രെഡിറ്റ് സെയിൽ ഒന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽ ഇതാണ്. ഇതിലെന്ത് കണ്ടുപിടിക്കണം? ഇതിലെ ക്യാഷ് സെയിൽ എത്രയാ? ക്യാഷ് സെയിൽ 20%. ബാക്കിയായിരിക്കും ക്രെഡിറ്റ് സെയിൽസ് വരാം. അപ്പോൾ ഫസ്റ്റ് കേസിലെ ക്യാഷ് സെയിൽ 2,40,000 0.2 എത്രയാ? 48,000 ആണ് ക്യാഷ് സെയിൽ. അപ്പോൾ ബാക്കി 0.8 1,92,000 ആണ് ക്രെഡിറ്റ് സെയിൽ. മന്ത് 4ലോ? മന്ത് 4ലെ 2,64,000 20% 52,800. ബാക്കി 80% 211,200. അതായത് ആ ടോട്ടൽ സെയിലിലെ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഞാൻ സ്പ്ലിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, 312,000 0.2 എന്താണ്? 62,400 ക്യാഷ് സെയിൽ. ഇത് മന്ത് 5 ആണ്. 0.8 249,600 ആണ് ക്രെഡിറ്റ് സെയിൽ. ഇനി മന്ത് 6ഉം മന്ത് 7ഉം ചെയ്യണ്ട. കാരണം എന്താ? മന്ത് 6 ആൻഡ് മന്ത് 7 നമുക്കിവിടെ ആവശ്യമില്ല. കാരണം എന്താ? നമുക്ക് മന്ത് 5ൽ എന്ത് കിട്ടുന്നതാണ്, 5ാമത്തെ മാസം എന്ത് കിട്ടുന്നതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ 5ാമത്തെ മാസത്തെ ക്യാഷ് സെയിൽ, പിന്നെ 5ാമത്തെ മാസം കിട്ടുന്നത് 6ാമത്തെ മാസം 7ാമത്തെ മാസം ഒക്കെ 5ാമത്തെ മാസം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ അത് ഇനി വെറുതെ ടൈം കളയണ്ട. കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അത്ര ടൈം ഒന്നുമില്ലല്ലോ. കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ ടൈം കളയണ്ട. കാരണം നമ്മളോട് ചോദിച്ച റിക്വയർമെന്റ് നമുക്കറിയാം. 5ാമത്തെ മാസം എന്ത് കിട്ടുന്നതാണ്. 5ാമത്തെ മാസം കിട്ടുന്ന എന്താ? 5ാമത്തെ മാസത്തെ ക്യാഷ് സെയിൽ 5ാമത്തെ മാസം കിട്ടും. ഓക്കെ, മന്ത് 5ൽ കിട്ടുന്ന എന്താ? 5ാമത്തെ മാസത്തെ ക്യാഷ് സെയിൽ കിട്ടും. പിന്നെ കിട്ടുന്ന എന്താ? മന്ത് 4ലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. മന്ത് 4ലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അതായത് 25% അല്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന 25% അത് ഉണ്ട്. പിന്നെ മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിലിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 50% ഓഫ് ദ ക്രെഡിറ്റ് സെയിൽ ആണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ആയിട്ടായിരിക്കും എന്ത് കിട്ടുക? മന്ത് 5ൽ കിട്ടുക. 5ാമത്തെ മാസം കിട്ടുന്നത് നമുക്കറിയാം. ഏതൊരു മാസത്തെ സെയിലും എങ്ങനെയാ? ഈ സെയിലിലെ ക്യാഷ് സെയിൽ 20%, ബാക്കി 80% ക്രെഡിറ്റ് സെയിലാണ്. ആ ക്രെഡിറ്റ് സെയിലിന്റെ 25% ഒരു മാസം കഴിഞ്ഞിട്ട്, 50% 2 മാസം കഴിഞ്ഞിട്ട്, ബാക്കി 25% 3 മാസം കഴിഞ്ഞിട്ട്. ഇവിടെ എങ്ങനെയാ? 5ാമത്തെ മാസം എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. 5ാമത്തെ മാസം എന്ത് കിട്ടും? 5ാമത്തെ മാസം കിട്ടുന്ന എന്താ? ആ മാസത്തെ ക്രെഡിറ്റ് സെയിൽ, ആ മാസത്തെ ക്യാഷ് സെയിൽ കിട്ടും. ആ മാസത്തെ ക്രെഡിറ്റ് സെയിൽ ഒന്നും കിട്ടില്ല. ക്രെഡിറ്റ് സെയിൽ ഒക്കെ അടുത്ത മാസം അപ്പുറത്തെ മാസമായിട്ട് കിട്ടുന്നത്. 5ാമത്തെ മാസം ആ മാസത്തെ ക്യാഷ് സെയിൽ പ്ലസ് തൊട്ടു മുന്നത്തെ മാസത്തെ ഫസ്റ്റ് 25% കിട്ടും. അതിന്റെ തൊട്ട് 3ാമത്തെ മാസത്തെ സെക്കൻഡ് 25% കിട്ടും. പിന്നെ മന്ത് 3ന്റെ മുന്നേ നമ്മൾ സെയിലും ചെയ്യുന്നില്ല. അപ്പൊ അതൊന്നും കിട്ടാനില്ല. അപ്പൊ മന്ത് 5ൽ കിട്ടുന്ന എന്താ? മന്ത് 5ൽ കിട്ടുന്നത് ക്യാഷ് സെയിൽ ഓഫ് മന്ത് 5, പിന്നെ 25% ഓഫ് മന്ത് 4 ക്രെഡിറ്റ് സെയിൽ. എന്താണ്? മന്ത് 4ന്റെ ക്രെഡിറ്റ് സെയിൽ, അതായത് മന്ത് 5 തൊട്ടു മുന്നത്തെ മാസത്തെ, അതായത് മന്ത് 4ൽ ടോട്ടൽ സെയിൽ ഉണ്ട്. മന്ത് 4ൽ ടോട്ടൽ സെയിൽ ഉണ്ട്. ബട്ട് അതല്ല, മന്ത് 4ന്റെ ക്രെഡിറ്റ് സെയിൽ ഇല്ലേ, ആ ക്രെഡിറ്റ് സെയിലിന്റെ 25% ഇവിടെ കിട്ടും. ഈ ക്രെഡിറ്റ് സെയിലിന്റെ 25% എവിടെ കിട്ടും? ഇവിടെ കിട്ടും. പിന്നെ മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിൽ ഉണ്ടല്ലോ, അതിന്റെ എത്ര ശതമാനം? 50%ഉം എവിടെ കിട്ടും? മന്ത് 5ൽ കിട്ടും. അപ്പൊ മന്ത് 5ൽ കിട്ടുന്ന എന്തൊക്കെയാ? 5ാമത്തെ മാസത്തെ ക്യാഷ് സെയില്, പിന്നെ 4ാമത്തെ മാസത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 25%, പിന്നെ 50% ഓഫ് മന്ത് 3 ക്രെഡിറ്റ് സെയിൽ. ഇത് മൂന്നുമാണ് മന്ത് 5ൽ കിട്ടുക. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. എത്രയും നോക്കാം. മന്ത് 5ലെ ക്യാഷ് സെയിൽ എത്രയാ? മന്ത് 5ലെ ക്യാഷ് സെയിൽ 62,400. മന്ത് 5ലെ ക്യാഷ് സെയിൽ എത്രയാ? 62,400. ഇനി അടുത്ത് മന്ത് 4ലെ ക്രെഡിറ്റ് സെയിലിന്റെ 25%. മന്ത് 4ലെ ക്രെഡിറ്റ് സെയിൽ എത്രയാ? മന്ത് 4ലെ ക്രെഡിറ്റ് സെയിൽ 211,200. അത് ഫുള്ള് കിട്ടുമോ? ഇല്ല. അതിന്റെ 25% ആണ് 5ാമത്തെ മാസം കിട്ടുക, തൊട്ടപ്പുറത്തെ മാസം കിട്ടുക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എത്ര വരുന്നത്? 211,200 ഇൻറ്റു 25%, 52,800. പിന്നെ മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിലിന്റെ 50%. മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിൽ എത്രയാ? മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിൽ 192,000. ആ 192,000ന്റെ മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിൽ ഉണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ഇവിടെ കിട്ടി. 5ാമത്തെ മാസം എത്രയെന്നല്ലേ? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എത്രയാ?
2 മാസം കൊണ്ട് തരുന്ന ആൾക്കാർ 50% ആണ്. അപ്പോൾ 50%. അതിൻ്റെ 50%. 192,000 ഇൻറ്റു 50% എത്രയാ? 96,000. അങ്ങനെ ടോട്ടൽ മന്ത് 5 കിട്ടുന്നത് എത്രയാ? 62,400 പ്ലസ് 52,800 പ്ലസ് 96,000 എല്ലാം കൂടെ കൂട്ടിയിട്ട് 211,200 ആണ്. അപ്പൊ എത്രയാ? മന്ത് 5 കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ് എന്താണെന്നാണ്, സെയിൽസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ് എന്താണെന്നാണ് 5-ാമത്തെ മാസം കിട്ടുന്നത്. ആ മാസത്തെ ക്യാഷ് സെയില് തൊട്ട് മുന്നത്തെ മാസത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 25%, അതിന്റെയും തൊട്ട് മുന്നത്തെ മാസത്തെ മന്ത് 3ന്റെ ക്രെഡിറ്റ് സെയിലിന്റെ 80%. അപ്പൊ സെയിലിനെ കുറിച്ച് പറഞ്ഞിട്ട്, സെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ട്, ആ സെയിൽസിൽ എത്ര ക്യാഷ്, എത്ര ക്രെഡിറ്റ്, ആ ക്രെഡിറ്റ് സെയിൽ എങ്ങനെയൊക്കെ കിട്ടുന്നു എന്നുള്ള സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ട് ഓരോ മാസവും എത്രയ്ക്കായിരിക്കും കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനത്തെ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മളിത് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത് അതിന്റെ ഏതെങ്കിലും ഒരു മാസത്തെ മാത്രം റെസിപ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു സ്കില്ലും നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് 3-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. സദേൺ ഡിവിഷന്റെ കേസിൽ 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എത്രയായിരുന്നു ആൻസർ വരുന്നത്? 211,200 വരും. 211,200. ഓക്കെ, ഇനി അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു തിയറിയാണ്, ബട്ട് അത് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാഷ് ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ഫോർകാസ്റ്റ്. രണ്ടും, ക്യാഷ് ബഡ്ജറ്റിങ്ങും ക്യാഷ് ഫോർകാസ്റ്റിങ്ങും എന്താണ്? രണ്ടും ഒരുപോലെ ആയിട്ട് തോന്നും. ക്യാഷ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ക്യാഷ് ഫ്ലോസ് പറയുന്നു. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വരാൻ പോകുന്ന പീരീഡിലേക്കുള്ള ക്യാഷിന്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. രണ്ടും ഒരുപോലെയാണ്, ഒരേ ഫോർമാറ്റ്, ഒരുപോലെ തന്നെയാണ്. ബട്ട് രണ്ടും സെയിം അല്ല. ക്യാഷ് ഫോർകാസ്റ്റും ക്യാഷ് ബഡ്ജറ്റും സെയിം അല്ല. എന്താണ് ഡിഫറൻസ്? ഓക്കെ, ക്യാഷ് ഫോർകാസ്റ്റ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ഫോർകാസ്റ്റ് ഇസ് പ്രിപ്പയർഡ് ഫസ്റ്റ്. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ഫോർകാസ്റ്റ് ആണ്. ക്യാഷ് ഫോർകാസ്റ്റ് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഓക്കെ, എക്സിസ്റ്റിംഗ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ക്യാഷ് ഫ്ലോസിന്റെ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ക്യാഷ് ഫ്ലോസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ്, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എന്തിനെ കുറിച്ച് അറിയും? ഹിയർ we'll identify cash surpluses and deficit. Cash surpluses and deficit. Okay, and plan and can plan borrowing or investing in future. അതായത് ആദ്യം നമ്മളൊരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതിന് നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചർ പീരീഡിൽ എവിടേക്കാണ് നമുക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്നത്. ഡെഫിസിറ്റ് വരുമ്പോൾ ആ ഡെഫിസിറ്റ് നമ്മൾ എക്സ്ട്രാ ഫണ്ട് കാണണം. ഒരുപാട് സർപ്ലസ് വരുന്നുണ്ടെങ്കിൽ ആ സർപ്ലസ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ പ്ലാനിങ്ങും ബോറോയിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ, ആ നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ആഫ്റ്റർ നെസസറി പ്ലാനിങ് അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന സമയത്ത് ബോറോയിങ്സ് എടുക്കണം, ഇന്ന സമയത്ത് സർപ്ലസ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുമല്ലോ. അങ്ങനെ നെസസറി പ്ലാനിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം we'll prepare ക്യാഷ് ബഡ്ജറ്റ്സ്. അങ്ങനെ ഫൈനലി വീണ്ടും നമ്മൾ ഈ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഫൈനലൈസ് ചെയ്യും. അതിനെയാണ് ക്യാഷ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇനി എന്താണ്
അത് ബേസ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ പ്ലാനിങ്ങിന്റെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വരുത്തിയിട്ട് നമ്മൾ വീണ്ടും ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫോർകാസ്റ്റും ക്യാഷ് ബഡ്ജറ്റും ഒന്നല്ല, ഡിഫറെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്ക്, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ക്യാഷ് ഫോർകാസ്റ്റിനെ കുറിച്ചാണ്, സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ക്യാഷ് ബഡ്ജറ്റിനെ കുറിച്ചാണ്. ക്യാഷ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എസ്റ്റിമേറ്റ് ഓഫ് ക്യാഷ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് ഫോർ എ ഫ്യൂച്ചർ പീരിയഡ് അണ്ടർ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ബിഫോർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് പോസിബിൾ ആക്ഷൻസ്. നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഉള്ള എക്സിസ്റ്റിംഗ് കണ്ടീഷനിലുള്ള ക്യാഷ് റെസീപ്റ്റും പേയ്മെന്റും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. ഇത് ക്യാഷ് ഫ്ലോസിനെ മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല. പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ അങ്ങനത്തെ പ്ലാനിംഗ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്ന് പറയട്ടോ. ക്യാഷ് ബഡ്ജറ്റ് ഇസ് എ കമ്മിറ്റ്മെന്റ് ടു എ പ്ലാൻ ഫോർ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ്. ക്യാഷ് റെസിപ്റ്റിന്റെയും പേയ്മെന്റിന്റെയും ഒരു കമ്മിറ്റഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ടേക്കിംഗ് എനി ആക്ഷൻ, എന്തെങ്കിലും ആക്ഷൻസ് നെസസറി, അതായത് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൽ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് എന്താണ് കൺഫേം ചെയ്തിട്ടുള്ള, ഫോർകാസ്റ്റിനെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു കൺഫേംഡ് പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഫോർകാസ്റ്റ് എന്താണെന്നും അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ട് ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്. ഇത് പ്രിപ്പറേഷൻ ഡിഫറൻറ്റ് ഒന്നുമില്ല, രണ്ടും സെയിം ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ആദ്യം ചെയ്യുന്നത്, അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ട് വീണ്ടും ഫൈനലൈസ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ബഡ്ജറ്റ് ആയി, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. Which of the following is not an advantage? Which of the following is not an advantage to King Company of having centralized treasury function? അല്ലെ, നമ്മുടെ കമ്പനിയിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രഷറി ഫംഗ്ഷൻ, ട്രഷറി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെൻട്രലൈസ്ഡ് ട്രഷറി ഫംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, സെൻട്രലൈസ്ഡ് ട്രഷറി ഫംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, സെൻട്രലൈസ്ഡ് ട്രഷറി ഫംഗ്ഷൻ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലാത്തത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ബെറ്റർ ഫോറിൻ കറൻസി റിസ്ക് മാനേജ്മെന്റ് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഫോറിൻ കറൻസി റിസ്ക് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളാണ് പഠിക്കുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? ട്രഷറി ഫംഗ്ഷൻ ആണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രഷറി ഫംഗ്ഷനേക്കാൾ സെൻട്രലൈസ്ഡ് ട്രഷറി ഫംഗ്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ബെറ്റർ ആയിരിക്കും. നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ബോറോയിങ് ക്യാൻ ബി മെയ്ഡ് അറ്റ് മോർ അഡ്വാൻറ്റേജസ് റേറ്റ്സ് ആണ്. ബാങ്കുമായിട്ട് നെഗോഷിയേഷൻ പവർ കൂടും. സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫണ്ടിന്റെ റിക്വയർമെന്റിനൊക്കെ നമ്മൾ കമ്പനി ആസ് എ ഹോൾ ആയിട്ടാണ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ബെറ്റർ റേറ്റ്സിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇത് അഡ്വാൻറ്റേജ് ആണ്. ഇൻക്രീസ് ഇൻഡിവിജ്വൽ ഡിവിഷൻസ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്യാഷ്. ഓരോ ഡിവിഷന്റെയും ക്യാഷിന്റെ മുകളിലുള്ള റെസ്പോൺസിബിലിറ്റി കൂടുന്ന പറയുന്നു. ആണോ? ഓരോ ഡിവിഷന്റെയും ക്യാഷ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുന്നത് ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ. ഇവിടെ സെൻട്രലൈസ്ഡ് ആവുമല്ലേ, ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ ഹെഡ് ഓഫീസിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ, അവരുടെ കൺട്രോൾ കുറയാണ്. അപ്പൊ ഇൻക്രീസ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ വരുന്നില്ല, സെൻട്രലൈസ്ഡ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതല്ല. ഓക്കെ, അപ്പൊ സി ആണ് ആൻസർ വരുന്നത്. ദ ട്രഷറി ഫംഗ്ഷൻ ക്യാൻ ബി റൺ ആസ് എ പ്രോഫിറ്റ് സെന്റർ ടു റേസ് അഡീഷണൽ പ്രോഫിറ്റ് ആണ്. ഇതൊരു പ്രോഫിറ്റ് സെന്റർ ആണ്. ഇത് അവർക്ക് തന്നെ അവരുടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ക്യാഷ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കോസ്റ്റ് വരും, എന്തൊക്കെ ബെനിഫിറ്റ് വരും, അപ്പോൾ ആ കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ അവർ നോക്കും. ഒരു പ്രോഫിറ്റ് സെന്റർ ആണ്. ഇപ്പോൾ ഈ പ്രോഫിറ്റ് സെന്റർ എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഇത് PM-ൽ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് പറഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ ഏകദേശം. അത് ഓക്കെ. ഓക്കെ, അപ്പോൾ ഡീനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും എന്താ നോക്കുക, അവർക്ക് ചിലവുകൾ വരുന്നുണ്ട്, ഈ ഫണ്ട് റേസ് ചെയ്യുന്നതിലൂടെ ചിലവ് വരുന്നുണ്ട്, ഈ ഫണ്ട് വെച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ട്. അവരെപ്പോഴും കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്തിട്ട് നെറ്റ് കോസ്റ്റ് വരാതെ ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. ഇത് അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ദിസ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വൺ ക്വസ്റ്റ്യൻ, ഒരു വീഡിയോയിൽ 1 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും വാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.